എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിലേക്ക് ഇപ്പോൾ ജോലി അവസരമുണ്ട്. വിവിധ പോസ്റ്റുകളിലാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. തസ്തിക ഏതാണെന്നും ഡീറ്റെയിൽസും നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ടെമ്പററി ബേസിലുള്ള തസ്തികകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. വിവിധ പ്രോജക്റ്റുകളുടെ ഭാഗമായിട്ട് ഡൽഹി, പഞ്ചാബ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് സ്റ്റേറ്റുകളിലായിരിക്കും വേക്കൻസി ഉള്ളത്. തസ്തിക ഏതാണെന്നും ഡീറ്റെയിൽസും ഒക്കെ നോക്കാം. ആദ്യത്തെ പോസ്റ്റ് ഫീൽഡ് ഓപ്പറേഷൻ എഞ്ചിനീയർ ആണ്. വേക്കൻസി 25. ക്വാളിഫിക്കേഷൻ വേണ്ടത് BE or BTech or BSc Engineering 4-year course, ME or MTech in ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ ഓർ കമ്മ്യൂണിക്കേഷൻ ഓർ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, IT ഓർ MCA ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എക്സ്പീരിയൻസ് ആവശ്യമാണ്. പ്രായപരിധി 40 വയസ്സ് വരെയാണ്. റിസർവേഷൻ ഉണ്ട്. അൺറിസർവ്ഡ് 11 വേക്കൻസി, OBC 6, EWS 2, SC 4, ST 2. ഇതാണ് ആദ്യത്തെ പോസ്റ്റ്. ഇനി അടുത്ത പോസ്റ്റ് പ്രോജക്റ്റ് എഞ്ചിനീയർ 1 ആണ്. 31 വേക്കൻസിയാണ് ഉള്ളത്. ക്വാളിഫിക്കേഷൻ വേണ്ടത് BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് ഇൻ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ IT അല്ലെങ്കിൽ ഇൻഫർമേഷൻ സയൻസ് ആണ് സ്ട്രീംസ് വരുന്നത്. ഇവിടെയും 2 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. വേക്കൻസി അൺറിസർവ്ഡ് 12, OBC 9, EWS 3, SC 5, ST 2. പ്രായപരിധി 32 വയസ്സ് വരെയാണ്. അപ്പോൾ ഈ 2 തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ജോലിയുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാനായിട്ട് വില്ലിംഗ് ആയിരിക്കണം. ഇനി നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ME ഓർ MTech ഓർ BE ഓർ BTech ഓർ BSc എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ MCA ഏതൊക്കെ ബ്രാഞ്ചുകളിലാണ് വേണ്ടതെന്ന് നോക്കാം. ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ബ്രാഞ്ചുകൾ വരുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ. മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, IT, ഇൻഫർമേഷൻ സയൻസ് ആണ്. MCA ആണെങ്കിൽ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതാണ് വിവിധ സ്ട്രീമുകൾ വരുന്നത്. ഈ ബ്രാഞ്ചുകളിലൊക്കെ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രായപരിധി ഫീൽഡ് ഓപ്പറേഷൻ എഞ്ചിനീയർ 40 വയസ്സ് വരെയും പ്രോജക്റ്റ് എഞ്ചിനീയർ 32 വയസ്സ് വരെയാണ്. ഇത് കൂടാതെ OBCക്ക് 3 വയസ്സിൻ്റെയും SC STക്ക് 5 വയസ്സിൻ്റെയും PWD കാൻഡിഡേറ്റ്സിന് 10 വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട്. ഇനി പീരീഡ് ഓഫ് കോൺട്രാക്റ്റ് തുടക്കത്തിൽ 3 വർഷത്തേക്കായിരിക്കും നിയമനം വരുന്നത്. പിന്നീട് 2 വർഷത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ പെർഫോമൻസും പ്രോജക്റ്റിൻ്റെ പ്രോഗ്രസ്സും അനുസരിച്ച്. ഇനി ശമ്പളം നോക്കാം. ഫീൽഡ് ഓപ്പറേഷൻ എഞ്ചിനീയർ ഫസ്റ്റ് ഇയറിൽ 60,000 രൂപയാണ് ശമ്പളം ലഭിക്കുന്നത്. പിന്നെ നിങ്ങളുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ആവുന്നതനുസരിച്ച് 5,000 രൂപ വീതം അധികം കിട്ടുന്നതായിരിക്കും. പ്രോജക്റ്റ് എഞ്ചിനീയർ ആണെങ്കിൽ ശമ്പളം 40,000 രൂപയാണ് പെർ മന്ത്. അതും ഇതുപോലെ തന്നെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ 5,000 രൂപ അധികം കിട്ടുന്നതായിരിക്കും. ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് പെർ ഇയറിൽ മെഡിക്കൽ അലവൻസ് അല്ലെങ്കിൽ അറ്റിയർ അലവൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് 20,000 രൂപ അധികം കിട്ടുന്നതായിരിക്കും. ഫീൽഡ് ഓപ്പറേഷൻ എഞ്ചിനീയർ ആണെങ്കിൽ പ്രോജക്റ്റ് എഞ്ചിനീയർക്ക് 12,000 രൂപ അധികം കിട്ടുന്നതായിരിക്കും. അത് ഇയർലി ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതിലേക്ക് എക്സ്പീരിയൻസ് നമുക്ക് നോക്കാം. ഫീൽഡ് ഓപ്പറേഷൻ എഞ്ചിനീയർ ആണെങ്കിൽ 5 ഇയേഴ്സിൻ്റെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. ഇൻ ദ ഫീൽഡ് ഓഫ് നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ ഡാറ്റാ സെൻറ്റർ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേഷൻ. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് നോളജ് ഓഫ് ഡാറ്റ നെറ്റ്വർക്കിംഗ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഓർ ഫയർവാൾ. ഇതൊക്കെയാണ് വേണ്ടത്. ഇനി പ്രോജക്റ്റ് എഞ്ചിനീയർ ആണെങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് ഇൻ ദ ഫീൽഡ് ഓഫ് നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ ഡാറ്റാ സെൻറ്റർ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേഷൻ.
അപ്പോൾ ഇതാണ് എക്സ്പീരിയൻസിൻ്റെ കാര്യം വരുന്നത്. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വാക്ക് ഇൻ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ എക്സാം ആയിരിക്കും വരുന്നത്. നേരിട്ടാണ് നിങ്ങൾ പോകേണ്ടത്. അതിപ്പോൾ ഡൽഹി, പഞ്ചാബ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് ഇതിലെവിടെയാണ് നിങ്ങളുടെ വെന്യൂ എന്ന് വെച്ചാൽ അവിടെ പോയാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നത്. ഡീറ്റെയിൽസൊക്കെ ഭാരത് ഇലക്ട്രോണിക്സിൻ്റെ വെബ്സൈറ്റിലായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഇമെയിലിൽ അറിയിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യേണ്ടത് മൈക്രോസോഫ്റ്റ് ഓഫീസ് ഫോം ഫില്ല് ചെയ്തിട്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇതാണ് ഫോമിൻ്റെ ലിങ്ക് കൊണ്ട് QR കോഡ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് സ്കാൻ ചെയ്ത് അല്ലെങ്കിൽ ലിങ്ക് വഴി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഇവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് QR കോഡ് സ്കാൻ ചെയ്യാവുന്നതുമാണ്. ഇതിപ്പോൾ പ്രോജക്റ്റ് എഞ്ചിനീയറിൻ്റെ ഫോമാണ്. ഇതാണ് ഫീൽഡ് ഓപ്പറേഷൻ എഞ്ചിനീയറുടെ ഫോം. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂൺ 8 ആണ്. രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. നിങ്ങൾ സെലക്ഷന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം കൊണ്ടുപോകണം, 2 റീസെൻറ്റ് കളർ ഫോട്ടോ കൊണ്ടുപോകണം, പിന്നെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊണ്ടുപോകേണ്ടതാണ്. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് റിട്ടൺ ടെസ്റ്റ് ഉണ്ട് ഷോർട്ട് ലിസ്റ്റ് ആവുന്ന കാൻഡിഡേറ്റ്സിന്. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഇൻ്റർവ്യൂവിൻ്റെയും ടെസ്റ്റിൻ്റെയൊക്കെ വെന്യൂ എവിടെയാണെന്ന് പിന്നീടായിരിക്കും അറിയിക്കുന്നത്. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്ന് നോക്കാം. 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ്, ബാക്കിയുള്ള എല്ലാ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സും ഉണ്ടായിരിക്കണം. സർട്ടിഫിക്കറ്റും മാർക്ക് ഷീറ്റും വേണം. പിന്നെ നിങ്ങൾ റിസർവേഷൻ ക്ലെയിം ചെയ്യുന്ന കാറ്റഗറി ആണെങ്കിൽ, അതായത് SC, ST, OBC, PWBD, EWS ഒക്കെ ആണെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ആപ്ലിക്കേഷൻ ഫീസ് അടച്ച റെസീറ്റിൻ്റെ പ്രിൻ്റ് ഔട്ടും ഉണ്ടായിരിക്കണം. ഇത്രയും ഡോക്യുമെൻറ്റ്സ് കൃത്യമായിട്ട് തന്നെ കൊണ്ടുപോകേണ്ടതാണ്. ഇനി അപേക്ഷാ ഫീസ് എത്രയാണെന്ന് നോക്കാം. ഫീൽഡ് ഓപ്പറേഷൻ എഞ്ചിനീയർ ആണെങ്കിൽ 450 രൂപ പ്ലസ് GST ആയിരിക്കും. പ്രോജക്റ്റ് എഞ്ചിനീയർ ആണെങ്കിൽ 400 പ്ലസ് GST ആണ്. PWBD, SC, ST കാറ്റഗറിക്ക് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല. നിങ്ങൾ പേയ്മെൻറ്റ് അടയ്ക്കേണ്ട ലിങ്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് അവിടെ കരിയർ സെക്ഷൻ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷനും പിന്നെ എല്ലാ ലിങ്കും കിട്ടുന്നതായിരിക്കും. നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നോട്ടിഫിക്കേഷൻ കിട്ടും, ആപ്ലിക്കേഷൻ ഫോമുണ്ട്, അതുപോലെ തന്നെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കുണ്ട്, OBC, SC, ST, PWBDയുടെ ഒക്കെ തന്നെ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഓരോന്നും ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളതെടുത്ത് കൃത്യമായിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൈക്രോസോഫ്റ്റ് ഫോം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള ലിങ്കുണ്ട്. എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇവർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതനുസരിച്ച് തന്നെ ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ. ഈ 12 പോസ്റ്റുകളിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.